രാമായണ പര്യടനം ഭാഗം 2. രാമായണ എഴുത്തച്ഛൻ ആരംഭിക്കുന്നത് തന്നെ ശ്രീരാമ സ്തുതിയോടെയാണ്. ശ്രീരാമ രാമ രാമ എന്ന് തുടങ്ങി ഉള്ള ആ സ്തുതി 8ാമതായി നിൽക്കുന്ന ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ എന്ന് പറഞ്ഞിട്ട് നാരായണായ നമോ, നാരായണായ നമോ, നാരായണായ നമോ, നാരായണായ നമഃ എന്ന് സാക്ഷാൽ പാൽക്കടൽവാസനായ ഭഗവാനെ വർണ്ണിച്ചുകൊണ്ട് അങ്ങനെ 10 വരികളിലായി ശ്രീരാമനെ ആദ്യം മുതൽ ലോകാഭിരാമ എന്നൊക്കെ വിളിച്ച് പ്രാർത്ഥിച്ച് നാരായണനെ കൊണ്ട് നിർത്തുക, നാരായണ സ്തുതിയോടുകൂടി സമാപിപ്പിച്ചിട്ടാണ് ശ്രീരാമനാമം പാടി വന്ന ശാരിക പൈങ്കിളി പെണ്ണെ എന്ന് തുടങ്ങി രാമായണ വൃത്താന്തങ്ങൾ എഴുത്തച്ഛൻ അവതരിപ്പിക്കുന്നു. ഇവിടെ ശാരിക പൈങ്കിളിയെക്കുറിച്ച് വിളിക്കുമ്പോൾ ഭാരതത്തിലെ ഇതിഹാസ കാവ്യങ്ങൾ മാത്രമല്ല, ഏതെല്ലാം കാവ്യങ്ങളുണ്ടോ ഇതിഹാസ രചനകൾക്ക് മുമ്പുണ്ടായിട്ടുള്ള ഭാരതീയ സാഹിത്യകൃതികളിലെല്ലാം ഇത്തരത്തിൽ കിളിയെ കൊണ്ട് കഥ പറയിക്കുന്ന, തത്തയെ കൊണ്ട് കഥ പറയിക്കുന്ന രീതികൾ അവലംബിച്ചിട്ടുള്ള പ്രാചീന സാഹിത്യകാരന്മാരെ നമുക്ക് കാണാൻ കഴിയും. ബാണഭട്ടൻ്റെ കാദംബരി എന്ന മഹത്തായ ആഖ്യായിക, ആ ആഖ്യായികയാകട്ടെ അത് കാവ്യ പെരുമഴ പോലെ ഇങ്ങനെ നിർത്തില്ലാതെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ബൃഹത് കാവ്യമാണ്. ആ കാവ്യത്തിൽ ഒരു തടസ്സവും കൂടാതെ തത്ത ഒന്നിനു പിറകെ ഒന്നായി കഥ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. ഭാരതത്തിൻ്റെ സന്ദേശ കാവ്യങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ കാളിദാസൻ്റെ മഹത്തായ കാവ്യകൃതി മേഘസന്ദേശം മേഘങ്ങളെ കൊണ്ട് കഥ പറയിക്കുന്ന രീതിയാണ്. അത്തരത്തിൽ ഒരുപാട് സന്ദേശ കാവ്യങ്ങൾ നമുക്ക് ഉണ്ട്. ആ സന്ദേശ കാവ്യങ്ങളെല്ലാം കോകില സന്ദേശമായാലും മയൂര സന്ദേശമായാലും ഒക്കെ തന്നെ നമ്മൾ ഒരു മാധ്യമമായി കഥ പറയിക്കുവാൻ ഒരു പ്രതിബന്ധത്തെ, ഒരു പ്രതീകത്തെ, അല്ലെങ്കിൽ ഒരു പക്ഷിയെ, അല്ലെങ്കിൽ ഒരു തത്തയെ, അല്ലെങ്കിൽ മേഘത്തെ ഇങ്ങനെ വെച്ചുകൊണ്ട് എഴുത്തുകാരൻ തൻ്റെ കാവ്യപ്രപഞ്ചത്തിലേക്ക്, ആഖ്യായിക പ്രപഞ്ചത്തിലേക്ക് കടന്നു പോകുന്നത് നമുക്ക് ദർശിക്കുവാൻ കഴിയും എന്നുള്ളതാണ്. എഴുത്തച്ഛനും ആ മാതൃക തന്നെയാണ് പങ്കിടുന്നത്. ഇവിടെ ഈ സ്തുതികളിൽ ഈ കഥ എഴുത്തച്ഛൻ പറയിപ്പിക്കുമ്പോൾ നമ്മൾ കൈലാസാചലങ്ങളിലേക്കാണ് പോകുന്നത്. സാക്ഷാൽ ശിവപെരുമാൾ, ശ്രീ പരമേശ്വരൻ പാർവതിയുമായി ഇരിക്കുന്ന ആ മഹത്തായ ഒരു ചിത്രം നാം കാണുകയാണ് കഥ പറയുന്ന എഴുത്തച്ഛൻ്റെ മഹാകാവ്യത്തിലൂടെ, അധ്യാത്മരാമായണ മഹാകാവ്യത്തിലൂടെ. അധ്യാത്മം രാമായണം എന്ന് പറയുമ്പോൾ തന്നെ ആത്മാവുമായുള്ള ബന്ധങ്ങളുടെ കഥ പറച്ചിലാണ്. മനുഷ്യ ശരീരം അത് വെണ്ണീറാകുന്നതാണെങ്കിൽ ആത്മാവിന് മരണമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ആ ആത്മാവിന് മരണമില്ലാത്ത പ്രക്രിയയാണ് ശരിക്കും നമ്മൾ കാണുന്നത്. ആധ്യാത്മ രാമായണത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഭക്തിക്ക് വലിയ പ്രാധാന്യമാണ്. ആ ഭക്തിയുടെ പരമമായ മൂല്യത്തെയാണ് ഈ കാവ്യകൃതിയിൽ നമ്മളെ ആദ്യം പഠിപ്പിക്കുന്നത്. മാത്രമല്ല, പരമേശ്വരൻ പാർവതിയുടെ ചോദ്യത്തിന് ആണ് ഉത്തരം എന്ന നിലയാണ് സന്തോഷവാനാണ് പറയുന്നത്. എന്നോട് ഇന്നേവരയ്ക്ക് മറ്റൊരാളും മര്യാദാ പുരുഷോത്തമനായ ശ്രീരാമൻ്റെ കഥ ചോദിച്ചിട്ടില്ല. ഞാൻ വളരെ സന്തുഷ്ടനാണ്, ഭഗവതിയോട് പറയാണ്. ആ സന്തുഷ്ടയോട് കൂടിയാണ് ഞാൻ ഈ ശ്രീരാമൻ്റെ കഥ പറയാൻ പോകുന്നത്. ഈ കഥ വളരെ മുമ്പേ പലരും പറഞ്ഞു വെച്ചിട്ടുള്ള രാമകഥ, ബ്രഹ്മാവിനാൽ അതും നേരത്തെയും പറയപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു രചനാരീതി, പാർവതിയുടെ ചോദ്യവും പരമേശ്വരൻ്റെ ഉത്തരവുമാണ് നമുക്ക് കേൾക്കുവാൻ കഴിയുന്നത്. ഇവിടെ ഒരു വലിയ തത്വസംഹിത, ആ തത്വസംഹിത ശ്രീരാമൻ്റെ കഥ
പറയുവാനുള്ള കാരണം എന്ത് എന്ന് പറയുന്നിടത്ത്, ചോദിക്കുന്നിടത്ത് ഉത്തരമായി ഭഗവാൻ ശ്രീ പരമേശ്വരൻ പറഞ്ഞു തുടങ്ങുന്നത് സമയത്ത് എഴുത്തച്ഛൻ സ്തുതിക്കുന്നത് വാചസ്പതി ദേവനോടൊപ്പം ഇരിക്കുന്ന വാണി മാതാവിനെയാണ്. വാണി മാതാവിനോട് പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ നാവിൻ തുമ്പിൽ അക്ഷരങ്ങളായി ഈ കഥകൾ മടികൂടാതെ എനിക്ക് പറയുവാൻ കഴിയുന്ന അവസ്ഥ ഉണ്ടാക്കി തരണമേ എന്ന് പറയുകയാണ്. ശരിക്കും ഇത് വേദങ്ങളിൽ പറയപ്പെടുന്ന, സ്മൃതികളിൽ പറയപ്പെടുന്ന, ശ്രുതികളിൽ പറയപ്പെടുന്ന, ഉപനിഷത്തുകളിൽ പറയപ്പെടുന്ന ആ തത്വസംഹിതകളാണ് ഇവിടെ പറയാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ എഴുത്തച്ഛൻ പ്രാർത്ഥിക്കുകയാണ് വാചസ്പതി ദേവനോട്. ആ വാചസ്പതി ദേവനെന്ന് പറയുന്നത് തന്നെ ഉത്തമ പുരുഷനായ വിരാട് വിശ്വബ്രഹ്മമാണ്. ആ വിശ്വബ്രഹ്മത്തിനോടൊപ്പം, അതാണ് പരബ്രഹ്മം, ആ പരബ്രഹ്മത്തിനോടിരിക്കുന്ന ദേവിയാണ് വാണിമാതാവായിരിക്കുന്ന അക്ഷരദേവതയായ ആ വെള്ളത്താമരയിൽ ഇരിക്കുന്ന സാക്ഷാൽ വീണാപാണിയായ ദേവി സരസ്വതി. ആ സരസ്വതി ദേവിയെ പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്, വിഗ്രഹം കൂടാതെ. മാത്രമല്ല സർവ സാക്ഷിയായി സകലതും പറയുവാൻ കഴിയുവാൻ വിഘ്ന വിനാശകനായ മഹാഗണപതിയെയും എഴുത്തച്ഛൻ സ്തുതിക്കുന്നുണ്ട്. എല്ലാ ദേവതകളെയും സ്തുതിക്കുന്നതിന് മുന്നായി മഹാഗണപതിയോടും പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ വാൽമീകി മഹർഷിയാൽ രചിതമായ രാമായണം പറയുവാൻ വാൽമീകിയെ സ്തുതിക്കുന്നു. വാൽമീകിയുടെ അനുഗ്രഹാശിസ്സുകൾ ഉണ്ടാകണമെന്ന് എഴുത്തച്ഛൻ പ്രാർത്ഥിക്കുന്നു. ഇവിടെ നമ്മൾ പരിശോധിക്കേണ്ട ആധുനിക കാലത്ത് ഈ രാമായണം നമ്മൾ പഠിക്കുന്ന ഈ കാലഘട്ടത്തിൽ, ഈ രാമായണ പര്യടനം നടത്തുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്, രാമായണം എഴുതുവാനായുള്ള സാഹചര്യം സൃഷ്ടിക്കുവാൻ എപ്രകാരമാണോ ഭൂമിദേവിയും ദേവതകളും ബ്രഹ്മദേവൻ്റെ അടുത്തേക്ക് ചെന്ന് പരാതി പറയുന്നത്, കാരണം ഭൂമിയിൽ വലിയ കുഴപ്പങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നു, ഭൂമിക്ക് ഭാരമേറുന്നു, ഇവിടെ രാക്ഷസ വംശജർ സർവ്വതും തകർക്കുന്നു, ആശ്രമങ്ങൾ തകർക്കുന്നു, പുരോഹിതന്മാരെ ആട്ടിയോടിക്കുന്നു, മഹാമുനികളെ ആക്രമിക്കുന്നു, പിടിച്ചു തിന്നുന്നു, ഇങ്ങനെയൊക്കെയുള്ള വലിയ അക്രമ പരമ്പരകളും ഭൂമിക്ക് വലിയ ഭാരവും സൃഷ്ടിക്കുന്ന അട്ടഹാസങ്ങൾ സൃഷ്ടിക്കുന്നിടത്തുനിന്ന് എന്നെ രക്ഷിക്കൂ എന്ന് പറയുന്ന ദേവതകളോടൊപ്പം ചെന്ന് ഭൂമിദേവി ചോദിക്കുന്ന ആ സമയത്ത് ഇവിടെ ഒരു കാര്യമേ എനിക്ക് പറയുവാനുള്ളൂ, നിങ്ങളെല്ലാവരും കൂടെ യാത്രയാകാം, ഒപ്പം ഞാനും കൂടി വരാം, നമുക്ക് പാൽക്കടൽ വാസനായ നാരായണനെ പോയി കാണാം. നാരായണ നാമമല്ലാതെ മറ്റൊന്നും ഇതിനൊരു പരിഹാരമില്ല, നാരായണൻ നമിക്കുക എന്നുള്ളതാണ്. ഇവിടെ നാരായണൻ നമിക്കുക എന്ന് പറയുമ്പോൾ, ഒരിക്കൽ ഒരു പുരാണ പാരായണ ക്ലാസ് എടുക്കുമ്പോൾ ഉണ്ടായ ഒരു അനുഭവമുണ്ട്. 100-ലധികം പഠിതാക്കളായിരിക്കും ക്ലാസ് എടുക്കുമ്പോൾ അതിലൊരു പഠിതാവ് പറഞ്ഞത്, രാമായണം ഓംകാരത്തെ വർണ്ണിക്കാത്തൊരു മഹാകൃതിയല്ലേ, ഈ രാമായണത്തിലെ ഏറ്റവും ബലഹീനതയല്ലേ, ഓംകാരത്തെ ഇതിൽ സ്തുതിക്കുന്നില്ലല്ലോ എന്നൊരു ചോദ്യം. അപ്പോൾ ഇവിടെ ആ ചോദ്യത്തിൻ്റെ മറുപടി എന്ന നിലയിൽ രാമായണം ശരിക്കു വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് പരബ്രഹ്മ വർണ്ണനകളാണ്. അതാണ് ഓംകാരം. പരബ്രഹ്മത്തിൻ്റെ, വിരാട് വിശ്വബ്രഹ്മത്തിൻ്റെ മൂലമന്ത്രമാണ് ഓംകാരം. ഓംകാരം ഓമെന്ന് ധ്വനിപ്പിച്ചില്ലെങ്കിലും ആ പരബ്രഹ്മത്തെ രാമായണത്തിൽ മുഴുവൻ സ്തുതിക്കുന്നത് കൊണ്ട് അത് ഓംകാരത്തെയാണ് നാം ധ്യാനിക്കേണ്ടത്, പ്രണവ മന്ത്രത്തെയാണെന്ന് വ്യക്തമായി നമുക്ക് കാട്ടിത്തരുന്നതായി ആ പഠിതാക്കളോട് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ ഈ എഴുത്തച്ഛനും ഇവിടെ ഒരു കാര്യം ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഈ രാമായണം ഞാൻ ചമയ്ക്കുന്നത് ആർക്കു വേണ്ടി? ബോധഹീനന്മാർക്ക് എന്ന് എഴുത്തച്ഛൻ പറയുകയാണ്. ബോധഹീനന്മാർക്ക് മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് ഈ പണ്ട് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതായ വേദാവായ അല്ലെങ്കിൽ ബ്രഹ്മസ്വരൂപമായ ഈ കഥ പറച്ചിലുകാരൻ മുമ്പുണ്ടാക്കി വച്ചിട്ടുള്ള അത് തന്നെയാണ് ഞാൻ വീണ്ടും പറയുന്നത്. പുരാ പ്രോക്തം, പരമ്പര പ്രോക്തം.
പ്രസക്തമായ വസ്തുതയാണ് ഞാൻ ബോധ്യപ്പെടുത്തുന്നത്. അത് ബോധഹീനന്മാരെ, അറിവില്ലാത്തവരെ, അജ്ഞതയിൽ നിൽക്കുന്നവരെ ജ്ഞാനത്തിൻ്റെ മഹാസാഗരത്തിൽ ആഴ്ത്തി അവർക്ക് മുക്തി പ്രദാനം ചെയ്യുന്ന മഹത്തായ കാവ്യകൃതി എന്നിലൂടെ രചിക്കപ്പെടണമെന്ന പ്രാർത്ഥനയാണ്. അത് ഈ കാവ്യം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. രാമായണം പഠിക്കുകയും വായിക്കുകയും പാരായണം ചെയ്യുകയും ചെയ്യുന്ന പലർക്കും ഉണ്ടാകുന്ന ഒരു കാര്യം, അവർ വായിച്ചു പോകുന്നു എന്നുള്ളതല്ലാതെ രാമായണത്തിൻ്റെ യഥാർത്ഥ തത്വം മനസ്സിലാക്കാതെ പോകുന്നു. പാരായണം ചെയ്യുന്ന പലരും സംഗീതാത്മകമായി വായിച്ചു പോകുമ്പോൾ അതിൽ നിറഞ്ഞു നിൽക്കുന്ന ബോധസ്വരൂപത്തെ, അതാരാണെന്ന് ബോധ്യപ്പെടുത്തുന്ന തത്വചിന്തകളെ മറന്നു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. വേദങ്ങളിൽ അധിഷ്ഠിതമായതുകൊണ്ട് വേദത്തിൻ്റെ സത്ത ശരിക്കും പിഴിഞ്ഞെടുത്തിരിക്കുന്ന ഭാരതത്തിൻ്റെ യഥാർത്ഥ സാഹിത്യകൃതിയാണ് രാമായണം നമുക്ക് പറയാം. ഈ രാമായണമാകട്ടെ മറ്റൊരു സത്യം കൂടി നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നു. ഇത് അജ്ഞാനത്തിൽ നിന്നും ജ്ഞാനത്തിൻ്റെ പടവുകൾ കയറി കയറി അപാരമായ ഹിമവൽ ശൃംഖങ്ങളിലൂടെ മോക്ഷപ്രാപ്തിയിലേക്ക് എത്തുന്ന മഹത്തായ കാവ്യകൃതി ആണ് എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ആത്മാവിനെ നമ്മുടെ മനുഷ്യ ശരീരത്തെ സംശുദ്ധമാക്കുന്ന മഹത്തായ കാവ്യകൃതി അത്രേ ഈ രാമായണം. ആ രാമായണത്തിലെ ഓരോ ദിവസവും നമുക്ക് രാമായണത്തിലെ വലിയ വലിയ പാഠങ്ങൾ നമുക്ക് ബോധ്യപ്പെടുത്തുവാൻ സാധിക്കും. ഈ രാമായണം ഭക്തിയിൽ അധിഷ്ഠിതം എന്ന് പറയുമ്പോൾ ഭാരതത്തിൻ്റെ സാഹിത്യത്തിൽ ഒരു സുവർണ കാലഘട്ടം എന്ന് പറയുന്നത് ഭക്തി പ്രസ്ഥാനത്തിൻ്റെ വരവാണ്. 15, 16, 17 നൂറ്റാണ്ടുകൾ ഭാരതത്തിലെ മുഴുവൻ സാഹിത്യവും എടുത്ത് പരിശോധിച്ചാൽ ഭക്തിയുടെ സുവർണ കാലഘട്ടം, അത് സാഹിത്യത്തിൻ്റെ സുവർണ കാലഘട്ടമാണ്. രാമായണവും മഹാഭാരതവും അതുപോലെയെല്ലാം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. തുടർന്ന് പലതരം വിശുദ്ധങ്ങളായ ഈശ്വര ചിന്തകളുടേതായ കൃതികൾ എല്ലാം നമുക്ക് രൂപപ്പെടുത്തി തന്നിട്ടുള്ള ഈ മഹാഭാരതത്തിൽ, ഈ മഹാഭാരത രാഷ്ട്രത്തിൽ രാമായണത്തിൻ്റെ പ്രസക്തി കാലികമായി വർദ്ധിക്കുന്നു. രാമായണം രചിക്കപ്പെട്ടപ്പോൾ ഭൂമിദേവി പ്രാർത്ഥിക്കുന്ന ഭൂഭാരത്തെക്കുറിച്ചും തന്നെയാണ് ആധുനികമായ, അത്യന്താധുനികമായ കാലഘട്ടത്തിൽ രാമായണം വായിക്കുമ്പോൾ ഭൂമിദേവിയുടെ ആ വിലാപം തന്നെയാണ് ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. ബോധഹീനന്മാരായിട്ടുള്ള രാക്ഷസീയ പ്രവരന്മാർ ഈശ്വര ചിന്തയെ തകർത്തുകൊണ്ടു പോകുന്ന ഈ കാലഘട്ടത്തിൽ ആ ഈശ്വര ചിന്ത മുറുകെ പിടിച്ചുകൊണ്ട് ജ്ഞാനാമൃതം നുകരുവാൻ കിട്ടുന്ന മഹത്തായൊരു നിമിഷമാണ് രാമായണ പര്യടനത്തിലൂടെ പറയുന്നത്. രാമായണത്തിൻ്റെ ഓരോ ഭാഗങ്ങളും ഇവിടെ ആരംഭിക്കുമ്പോൾ ഭൂമിദേവിയുമായി ശ്രീനാരായണൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ സ്തുതിക്കേണ്ടത് എന്തുകൊണ്ടാണ്? നാരായണൻ യോഗനിദ്രയിലാണ്. ഭഗവാൻ പാൽക്കടൽ വാസൻ മഹാവിഷ്ണു യോഗനിദ്രയിലാണ്. ആ യോഗനിദ്രയിൽ കിടക്കുന്ന ഭഗവാനെ ഉണർത്തേണ്ടത് എങ്ങനെയാണ്? ഒരു സൂക്തം ചൊല്ലിക്കൊണ്ടാണ്. ഏത് സൂക്തം? പുരുഷ സൂക്തം. പുരുഷ സൂക്തം എവിടെ നിന്നാണ്? അത് ഋഗ്വേദത്തിൽ നിറഞ്ഞു കിടക്കുന്നു. എന്താണ് പുരുഷ സൂക്തം? പുരുഷ സൂക്തം എന്ന് പറയുന്നത് പ്രപഞ്ച സൃഷ്ടാവായ ഒരാൾ വിശ്വകർമ്മ ഭഗവാനെ വർണ്ണിക്കുന്ന ഋഗ്വേദത്തിലെ മഹത്തായ മന്ത്രമാണ് പുരുഷ സൂക്തം. ഭഗവാന്റെ സകല വർണ്ണനകളും ഈ പ്രപഞ്ചമാകെ നിറഞ്ഞു നിൽക്കുന്ന വിരാട് വിശ്വബ്രഹ്മത്തെ, പരബ്രഹ്മത്തെ മനോഹരമായി ഋഗ്വേദത്തിൽ മന്ത്രധ്വനികളാൽ ഉയർത്തിവെക്കുന്ന ഏറ്റവും മഹത്തായ മന്ത്രമത്രേ പുരുഷ സൂക്തം. അതുകൊണ്ട് ആ പുരുഷ സൂക്തം കൊണ്ട് യോഗനിദ്രയിൽ കിടക്കുന്ന ഭഗവാനെ തുതിച്ച് ഉണർത്തി നിങ്ങളുടെ ദുഃഖം, ഭൂമിദേവിയുടെയും ദേവഗണങ്ങളുടെയും ദുഃഖം അവതരിപ്പിക്കുവാൻ പാൽക്കടൽ തീരത്ത് നിൽക്കും. ഭഗവാനെ ഉണർത്തുവാനായി കൈകൂപ്പി ഭക്തിയോട് നിൽക്കുന്ന അവിടെ നിന്നും നമുക്കടുത്ത രാമായണത്തിൻ്റെ കഥാപ്രവചനങ്ങളിലേക്ക് കടക്കാം. ഈ രണ്ടാം ഭാഗം ഇവിടെ സമാപിപ്പിക്കുകയാണ്. ഓം ശ്രീ വിരാട് വിശ്വബ്രഹ്മണേ നമഃ. ഓം ശ്രീരാമചന്ദ്രായ നമഃ. ഓം ലോകാഭിരാമായ ജയ ശ്രീരാമചന്ദ്രായ നമോ നമഃ.